വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിബീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വാൽപ്പാറത്തിൽ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ രാവിലെ വർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ കുറച്ച് സ്പോട്ടുണ്ട്. അവിടെ നമ്മൾ രാവിലെ വർക്ക് ചെയ്തിട്ട് അവിടെ പോയി. അവിടെ പക്ക ക്ലൈമറ്റ് എന്താ കണ്ടച്ചേട്ടൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. കണ്ടച്ചേട്ടൻ ഇറങ്ങി, അപ്പു ഇറങ്ങിയില്ല, ചിക്കു എല്ലാവരും. അപ്പം പോവാം. രാവിലെ എന്തൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? സ്ഥലം ഒക്കെ അല്ലേ? പോവാം. വാൽപ്പാറയിലൊരു രാവിലത്തെ പ്രഭാതമാണ് ഈ കാണുന്നത്. രാവിലെ 9 മണി 7 മണിയായിട്ട് ഉറങ്ങി താമസിച്ചു. പക്ഷെ എങ്കിലും കുഴപ്പമില്ല. അങ്ങോട്ടൊക്കെ നല്ല മഞ്ഞുണ്ട്. ആ ഭാഗത്ത് നല്ല മഞ്ഞ്, നല്ല സെറ്റ് ക്ലൈമറ്റ് എല്ലാം ഉണ്ട്. രാവിലെ തന്നെ കന്നത്ത ദൂരത്ത് പരന്നെടുക്കുന്ന വാൽപ്പാറയിലെ കാഴ്ച നേരെ നോക്കി സിംഗവാലം കുറേനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് പോണു റോഡിൽ കൂടി. അതുകൊണ്ട് റോഡിൽ കൂടിയാണ് ഇത് നടന്നു പോകണം. സിംഗവാലം കുരങ്ങ് ഒരു രക്ഷയില്ല, നല്ല ക്വാളിറ്റി സാധനം. അതടുത്ത് സിംഗവാലം കുരങ്ങ് നേരെ കണ്ട കാട്ടുപോത്ത്. രാവിലെ ഇറങ്ങി വന്ന് ഇങ്ങനത്തെ കുറേ കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് വാൽപ്പാറയിലും. ഫുള്ള് കോടയാണ്. അതിൻ്റെ നടുക്ക് ഒരാളേ ഉള്ളൂ. ഒരൊറ്റ കാട്ടുപോത്ത് അവിടെ നിന്ന് താഴെ കുന്നിൻ്റെ ചരുവിൽ നിന്ന് ഫുഡ് കഴിക്കണമായിരിക്കണം. വലിയ കാട്ടുപോത്ത്. നമ്മൾ ഈ രാവിലെ ഇറങ്ങേണ്ടുള്ള കുറേ നമുക്കുള്ള ഉപകാരങ്ങളാണ് ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ. രാവിലെ ഇറങ്ങി മാത്രമേ നമുക്ക് വാൽപ്പാറയിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അടുത്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ വെളുപ്പിനെ ഇറങ്ങണം കേട്ടോ. ഇതേപോലെ ഗൈസ് നമ്മൾ അടുത്ത് കണ്ടതൊരു മയിലാണ്. പെൺമയിലായിരിക്കണം, ആൺമയിലല്ലേ പീലുള്ളതും. പെൺമയിൽ നമ്മളെ കണ്ട ഫുഡ് അതും രാവിലെ ഫുഡ് അതാ പറന്നു പോകുന്നു. എങ്ങനെയുണ്ട് ഗൈസ് കാഴ്ച? പറന്നു പോകുന്ന മയിൽ ഗൈസ്. അപ്പം നമ്മൾ അടുത്ത് കണ്ടത് ഒരു മലയണ്ണാനാണ്. നല്ല കളർ, റെഡും ബ്രൗണും ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ചേർന്നൊരു കളറാണ്. രാവിലെ ഇറങ്ങേണ്ട മാത്രമാണ് ഈ കാഴ്ചയിൽ നമുക്ക് വാൽപ്പാറ കാണാൻ പറ്റിയത്. അതിൽ നല്ല തണുപ്പുണ്ട്. പിന്നെ ഫുള്ള് കാട് ഏരിയാണ്ട് ഇതൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കും. നല്ല വലിയ സൈസാണ് കേട്ടോ ഇത്. അവിടെയുള്ള അപേക്ഷിച്ച് ഏറ്റവും വലിയ കിടില. എല്ലാം ഒരു രക്ഷയില്ല കിട്ടില്ല സ്ഥലം കേട്ടോ. രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കുരങ്ങനെ കണ്ട്, ഒരു ആനേനെ അങ്ങ് ദൂരെ കണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കണ്ടാനേലെ നല്ല ക്ലൈമറ്റ്, ആൾക്കാർ നല്ല തണുപ്പുണ്ട്. നമ്മൾ രാവിലെ തന്നെ പരിപാടി തുടങ്ങി. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫുള്ള് വാൽപ്പാറ ഉള്ള ഫുള്ള് സ്ഥലങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഗൈസ്, നമുക്ക് ഈ വഴി പോയാൽ കാട്ടുപോത്തിനെ കാണാൻ പറ്റുമെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊരു കാട്ടുപോത്തിനെ കാണാൻ പറ്റും. നോക്കാം ഗൈസ്. നമുക്ക് ഭാഗ്യമുണ്ട് ഗൈസ്. ഇതാ അങ്ങകലെ മാമലയിൽ പറയാനായി പലതുണ്ട്. മഞ്ഞുരുകും ചോലകളിൽ പറയാനായി പൊന്നുരുകും പാതയതിൽ കഥ ചൊല്ലാൻ ചെല്ലുന്നേ. തേന്നുകരും അരുവികളിൽ പറയാനായി ഏതോ വഴികളിലായി തേടും നിമിഷങ്ങളെ കാറ്റിൻ ദിശയറിയാതെ പോകുന്നേ. തകതാന താന 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 താനേ താന 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 താനേ താന 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 താനേ താന താന താ. തകതാന താന 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 താനേ താന 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 താനേ താന 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 താനേ താന താന താ. ദൂരെ ആഴങ്ങളിൽ കാണാ തീരങ്ങളായി കാണാ കാഴ്ചകൾ തേടിയെങ്ങോ പോകുന്നേ. ദൂരെ ആഴങ്ങളിൽ കാണാ തീരങ്ങളായി കാണാ കാഴ്ചകൾ തേടിയെങ്ങോ പോകുന്നേ.
മലയുടെ താഴ്വര തേടി തേരിൽ പോകുന്നേ, കാറ്റിൻ ദിശയറിയാതെ മേഘം പോകുന്നേ, ദൂരെ ആരോ പാടുന്നേ, ഈണമില്ലാതാടുന്നേ. നമ്മളിവിടെ നിന്ന് നേരെ പോകണമെന്ന് വെച്ചാൽ വാൽപ്പാറയിൽ കുറേ ആൾക്കാർ താമസിക്കില്ലേ, ആ സ്ഥലത്തോട്ടാണ് പോകണം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഈ ചുരം ഇറങ്ങി വേണം പോകാൻ, കുറച്ച് ദൂരം അങ്ങോട്ടുള്ള യാത്ര. ഇവിടെ വലുതായിട്ട് ഇല്ല കേട്ടോ നമ്മുടെ തേയില. ഈ ഭാഗത്തുണ്ട്, ഈ ഭാഗത്ത് ഫുള്ള് കുന്നിൻ ചെരുവ് മൊത്തം, പകുതി കൂടുതൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നാണ് നമ്മൾ വെച്ച് അവിടെ എഴുതിയിരിക്കണേണ്ടത്. ഫുള്ള് കോടയാണ്, മഞ്ഞിറങ്ങി ഇരിപ്പുണ്ട് അവർ മൊത്തം. ഫുള്ള് ഇത് തന്നെ വാൽപ്പാറ എന്ന് പറയാണ്ട് കാശ്. ഞാൻ നേരത്തെ പറഞ്ഞേ അവർ ആ ഒരു വീടും സ്ഥലങ്ങളും ഇതെല്ലാം എത്ര വീടാണ് കേട്ടോ. ഇങ്ങനെ നീളത്തിന് ഇരിക്കണമെങ്കിലും ഫുള്ള് വീടാണ്. അവിടെ ഫുള്ള് ഓരോ കുടുംബക്കാർ താമസിക്കുന്നതാണ്. ഇവർ തേയിലത്തോട്ടത്തിൽ ജോലിയുണ്ട്. അവരാൾക്കാർ ഓരോരുത്തരും ഓരോരോ റൂമിൽ വീതം താമസിക്കുന്നതാണ്. നമ്മൾ ആ 7th ഹെവനിലാണ് ഇപ്പം നിൽക്കുന്നത്. 7ാമത്തെ സ്വർഗം എന്നറിയപ്പെടുന്ന വാൽപ്പാറ അല്ലേ ശ്രീകുട്ടാ? എങ്ങനെയുണ്ടാ? ഉറങ്ങിയല്ലേ? ഉറക്കക്ഷീണം ചെറുതായിട്ടുണ്ട്, മൊത്തം കുഴപ്പമില്ല. ആദ്യമായിട്ട് നമ്മൾ ചേട്ടൻ എങ്ങനെ ഇഷ്ടപ്പെട്ടത്? ചേട്ടാ എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ. മഞ്ഞക്ക് എങ്ങനെയുണ്ട്? ഇവിടുത്തെ എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചേട്ടൻ ഇഷ്ടപ്പെട്ടത്? ചേട്ടാ എന്താണ് ഇഷ്ടപ്പെട്ടത്? പോകല്ലടാ, മഞ്ഞല്ലേ, അതാണ് മഞ്ഞായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്നു. ജോലി ചെയ്യുമ്പോൾ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി അവിടുത്തെ ഓണേഴ്സ് അവർക്ക് വേണ്ടി കൊടുത്ത വീടുകളാണ് ഇവിടെ ഓരോരുത്തർ താമസിക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറേ മയിലുകൾ ഇവിടെ ഇഷ്ടംപോലെ മയിലുണ്ട്. മയിലിൻ്റെ ഒരു കൂമ്പാരം തന്നെയുണ്ട് ഈ വാൽപ്പാറയിൽ. കണ്ടോ ഗൈസ്, മയിൽ ഗൈസ്. ഇവിടെയാണ് അവർ താമസിക്കണം. വീട് കണ്ട് നിരത്തി അടിക്കും, ഓരോ റൂം ഇതായിരിക്കും. ഈ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ പോകുന്ന ഒരു ചേച്ചിയാണത്. ഇവർക്കിവിടെ വേറെ പരിപാടിയില്ല, തേയില പറിക്കുക, വിൽക്കുക, അങ്ങനെ ഇവരെല്ലാം കമ്പനി സ്റ്റാഫുകളാണ് കേട്ടോ ഇവിടുത്തെ ഈ റൂമിൽ അവിടെ താമസിക്കാൻ. എനിക്കൊന്ന് പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആയിരിക്കും, നമ്മുടെ വെക്കേഷനില്ലേ, അവർക്കും വെക്കേഷൻ ആയിരിക്കണം. എല്ലാവരും ഒത്തൊരുമയുടെ ആയിരിക്കും താമസിക്കുന്നത്. ഇതെല്ലാം ഓരോ കുടുംബക്കാരായിരിക്കും. ഇതെല്ലാം ഒരു ഏരിയയിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഒരു കമ്പനിക്ക് നമ്മളെ വാൽപ്പാറ വന്ന് കറയും രാവിലെ ഒന്ന് കറയും തിരിഞ്ഞ് ചാടിക്കാം അല്ലേ സാറ്? ചാടിക്കാൻ ഒരു ചായ കൂട്ടി തുടങ്ങി നമ്മൾ. ഇവിടെ നിന്നാണ് ചായ അടിച്ചത്. നമ്മളെ അവിടെ ചായ വാങ്ങിച്ചു. ഇവിടെ നിന്നാണ് ചായ കുടിക്കണം. ഇപ്പോൾ ചായ നല്ല കടുപ്പ്. എനിക്ക് ഇവിടത്തേതായിരിക്കും ചായ അടിച്ചത്. ചിക്കു തീർത്തു. മണിക്കൂടെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഇതുവരെ എത്തിയില്ല. ഏണ്ട ചിക്കു ചായ അതിന് ചാക്ക ചാക്കയെന്നാ ചായ കുഴപ്പമില്ല. നമ്മൾ ചേട്ടൻ ചായ വേണ്ടെന്ന് നമ്മൾ ചേട്ടൻ ഷുഗർ കേട്ടോ. പല്ല് വെച്ചില്ല ഇന്നലെ പല്ല് വയ്ക്കാതെ മൊത്തം തിന്നു. മൊത്തത്തിൽ ഇന്നലത്തെ മാറ്റം പൊടി